പിന്നെ മക്കളെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ റിസർവ് ബാങ്ക് ഇല്ലേ, ആ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടായിരിക്കും. മക്കളെ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഗവർണറാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്, തലവൻ എന്ന് പറഞ്ഞാൽ. റിസർവ് ബാങ്ക് എന്നാ ഉണ്ടാക്കിയത്? 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1937 എവിടത്തേക്ക് മാറ്റിയതാ? ബോംബെക്ക് മാറ്റിയതാ. എന്നാ നാഷണലൈസ് ചെയ്തതെന്നാണ്? അത് ദേശാൽക്കരിച്ചത് 1949. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് അഥവാ ചുമതലകളാണ്. ഒന്നാമത്തെ എന്താ? പ്രിന്റിംഗ് ഓഫ് കറൻസി, നോട്ട് അച്ചടിച്ചെടുക്കുക, കറൻസി അച്ചടിക്കുക എന്നുള്ളതാണ്. 1 രൂപയും അതുപോലെ തന്നെ കോയിൻസും അല്ലാത്ത എല്ലാ നോട്ടുകളും അച്ചടിക്കുന്ന റിസർവ് ബാങ്ക് ആയിരിക്കും. എന്നാൽ രണ്ടാമത്താണ് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കാണ്. മറ്റെല്ലാ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുക, മറ്റെല്ലാ ബാങ്കുകൾക്കുള്ള സഹായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റിസർവ് ബാങ്ക് ആട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്താണ് കൺട്രോളിംഗ് ദ മണി ആൻഡ് ക്രെഡിറ്റ്, പണത്തിനെയും അതുപോലെ തന്നെ വായ്പയും നിയന്ത്രിക്കാറാണ്. നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനെ അഥവാ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഒന്നും ഉണ്ടാവാതെ മാനേജ് ചെയ്യുന്ന എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. കൂടാതെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആക്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഗവൺമെന്റ് ബാങ്ക്. ഗവൺമെന്റ് എല്ലാ ബാങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. കൂടാതെ തന്നെ വിദേശ കരുതൽ ശേഖരത്തിന് സൂക്ഷിപ്പുകാരനാണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ ഗോൾഡ് ആയിക്കോട്ടെ, വിദേശ നാണയങ്ങൾ, നമ്മളെ ഡോളറൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം തന്നെ എടുത്തു വെച്ച് സൂക്ഷിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. ഏറ്റവും അവസാനത്താണ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്. നമ്മളെ ബുള്ളറ്റിന് മറ്റ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ ഫിനാൻസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട, അതെല്ലാം തന്നെ ആരാണ് കൊണ്ടുവരിക? റിസർവ് ബാങ്ക് ആണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചേക്കുക, ഡീറ്റെയിൽ പഠിച്ചേക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പാണ് ചോദ്യം ഉണ്ടാവും. അപ്പൊ ശരി ട്ടോ.